ഹായ്, വെൽക്കം ടു അവർ ന്യൂ കപ്പഡോഷ്യ വ്ളോഗ്. നമുക്കൊന്ന് കപ്പഡോഷ്യ വരെ പോയി വന്നാലോ? നമ്മളൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ കപ്പഡോഷ്യ. ആക്ച്വലി ഹോട്ട് എയർ ബലൂൺസിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ടർക്കിയിലുള്ള കപ്പഡോഷ്യ എന്നുള്ള പ്ലേസിലേക്ക് പോകാൻ കുറേ ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ ഫാമിലി ആയിട്ട് ഈ കപ്പഡോഷ്യയിലേക്ക് ഒരു യാത്ര പോയത്. അബുദാബി എയർപോർട്ടിൽ നിന്ന് നമ്മൾ വിസ എയർ എടുത്തിട്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയത്. ഫ്ലൈറ്റ് ആക്ച്വലി അബുദാബി ടു അങ്കാരയായിരുന്നു. അങ്കാരയിൽ നിന്ന് നമ്മളൊരു റെൻ്റ് കാർ എടുത്തു. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ നമുക്ക് ലോഞ്ചിൽ കയറാൻ പറ്റി. ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ നേരെ അങ്കാര എത്തി. അങ്കാരയിൽ നിന്ന് നമ്മൾ നേരെ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ എടുത്തു. ഓൺ ദ വേ നമ്മളൊരു മോളിൽ കയറിയിട്ട് അവിടുത്തെ ബേക്കറീസിൽ കാണുന്ന ഐറ്റംസാണ് ഇതൊക്കെ. സ്ട്രോബെറീസിനെ കൊണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ആയിരുന്നു. എല്ലാം ടേസ്റ്റ് സോ ഗുഡ്, യമ്മി ആയിരുന്നു. അപ്പം അങ്ങനെ 2-3 കേക്കൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഇങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. റോഡ് ട്രിപ്പാണ്, അതുകൊണ്ട് തന്നെ 2 സൈഡും കാണാനും നല്ല സീനറീസൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറച്ച് ദൂരം പോയപ്പം സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് ടൈമാണ് ഈ സ്നോഫോൾ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണ്. അപ്പം ഇതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പതുക്കെ ഡ്രൈവ് ചെയ്ത് ചെറിയൊരു പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ പോവാണ്. അപ്പം ഏകദേശം നമ്മൾ കപ്പഡോഷ്യ എത്തി. Cappadocia is actually famous for corn rock formations, cave churches, fairy chimneys, rock houses, underground cities and unique landscapes. അപ്പം ഈ കപ്പഡോഷ്യ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകി ലാവ ഇവിടെ മലനിരകളായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഫെറി ചിമ്നീസ് പോലെയാണ് നമുക്ക് ഈ ലാൻഡ്സ്കേപ്സ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഈ ഹോട്ടൽസൊക്കെ നമുക്ക് കേവിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന പോലത്തെ സ്ട്രക്ചറിലാണ് ഈ ഹോട്ടൽസൊക്കെ ഉള്ളത്. അപ്പം അവിടുന്ന് നമ്മൾ ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തത്. ഇതൊരു മീറ്റിൻ്റെ സൂപ്പ് പോലെയാണ്, പക്ഷേ ടേസ്റ്റ് സോ ഗുഡ്. അതും അവർ അതിൻ്റെ കൂടെ നമുക്കൊരു ബ്രെഡും തരും. ആ ബ്രെഡും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിൻ്റെ നെയിം പോട്രി കെബാബ് എന്നാണ്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഒന്ന് കപ്പഡോഷ്യയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. ജസ്റ്റ് ഒരു നമ്മുടെ ഹോട്ടൽ റൂംസിൻ്റെ അടുത്തുകൂടിയൊക്കെ നമ്മളൊന്ന് നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പിൽ പോയിട്ടൊരു മസാല ടീ കഴിച്ചു. അതൊരു ഇന്ത്യൻ ഷോപ്പായിരുന്നു കേട്ടോ. അവിടെ പോയിട്ടൊരു മസാല ടീ കഴിച്ചു. പിന്നെ സ്നോ എൻജോയ് ചെയ്തു. ഞാനും റയനൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈം സ്നോഫോൾ കാണുകയാണ്. ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഈ മൊമെൻ്റൊന്നും നമുക്ക് പിന്നൊരു സമയത്ത് തിരിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ഏജിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കുറേ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷേ സ്റ്റിൽ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ അന്ന് രാത്രി ഹോട്ടലിൽ പോയി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ നമ്മൾ ഹോട്ട് എയർ ബലൂൺ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. നിങ്ങൾക്ക് തന്നെ കാണാം എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ വ്യൂ എന്നറിയോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ എത്ര സ്കൈ മൊത്തം നമ്മളൊരു ഫെയറി ലാൻഡിൽ പോയ പോലെയാണ്. സ്കൈ നിറയെ ഹോട്ട് എയർ ബലൂൺസാണ്, പല കളറുള്ള ഹോട്ട് എയർ ബലൂൺസ്. ഈ ഓൺ ദ വേ അത്രയും നേരത്തെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഒരു 5:30 ബിഫോർ 5:30 നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വെഹിക്കിൾ ഓൺ ദ വേ പോകുന്നേരം തന്നെ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ കപ്പഡോഷ്യയിൽ ഈ ഹോട്ട് എയർ ബലൂൺസ് ഉള്ള ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിറയെ, കാരണം ഈ സ്കൈ നോക്കിക്കഴിഞ്ഞാൽ സ്കൈ ഫുൾ ഓഫ് കളർഫുൾ ബലൂൺസാണുള്ളത്. പിന്നെ കിഡ്സ് 5 years എബവ് ഉള്ള കുട്ടികളെ മാത്രമേ അവരെ ഹോട്ട് എയർ ബലൂണിൽ അലൗ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ വെഹിക്കിൾ ഹോട്ട് എയർ ബലൂണിലേക്ക് കൊണ്ടുപോയി. നമ്മൾ അതിലേക്ക് കയറി. പിന്നെ റയൻ ചെറുതായതുകൊണ്ട് തന്നെ അവനും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പ്രാവശ്യം അവനിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓൾറെഡി ഇതിൻ്റെ കയറുന്ന സമയത്ത് നമുക്ക് 2 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. ഒരു പൈലറ്റും ഇത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരാളും. പുള്ളിക്കാരൻ ആദ്യം തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണം, നമ്മൾ എത്ര ഹൈറ്റ് വരെ പോകും, പിന്നെ നോർമലി സ്നോഫോളിൻ്റെ ടൈമിൽ നമ്മൾ വളരെ ലക്കിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൈഡ് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെവി സ്നോഫോൾസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ പലപ്പോഴും ഈ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്യും. അപ്പം നമ്മൾ ലക്കി ആയതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്ത്
ഇത് ക്യാൻസൽ ആവരുതെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇത് ആക്ച്വലി ഹോട്ടലിൽ നമ്മളടുത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ തന്നു. പക്ഷെ നമ്മൾ ഈ തലേ ദിവസം ഈ കപ്പഡോഷ്യ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ ഈ 2-3 ഹോട്ട് എയർ ബലൂൺസിൻ്റെ ഷോപ്സ് നമുക്കിങ്ങനെ പുറത്ത് കാണാം. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ട് 2-3 ഷോപ്പിൽ പോയിട്ട് എൻക്വയറി ചെയ്ത് നമ്മൾ അത്യാവശ്യം നന്നായി ബാർഗെയിൻ ചെയ്ത് അങ്ങനെ നല്ലൊരു റേറ്റിലാണ് നമുക്കിത് കിട്ടിയത്. ആക്ച്വലി സീസൺ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടാണ് 3 പേർക്കും കൂടി നമുക്കിതിൽ കയറാൻ വേണ്ടി പറ്റിയത്. അത് സീസൺ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻസ്ട്രക്ടറും ഒരു പൈലറ്റും. അപ്പോൾ അതിലുണ്ടായിരുന്ന ഇൻസ്ട്രക്ടറാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പുള്ളിക്കാരൻ 360 ക്യാമറയിൽ എടുത്ത വ്യൂസാണ് ഐപാഡിൽ കാണിക്കുന്നത്. പിന്നെ റൈൻ ചെറുതായതുകൊണ്ട് തന്നെ അവനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റിലുള്ള ഹോളിലൂടെ നോക്കിയിട്ട് താഴേക്ക് നോക്കാനാണ് പറയുന്നത്. കാരണം നമുക്ക് എടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് പ്രത്യേകം നമുക്ക് നിൽക്കാനുള്ള പൊസിഷൻസും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഇത്രയും മേലെന്ന് ആക്ച്വലി കപ്പഡോഷ്യ കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഈ ഫെയറി ഷിമിനീസൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. നമ്മളിതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്നോഫോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്നോഫോൾ ഹെവി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഈ റൈഡ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതുകൊണ്ടാണ് മിക്കപ്പോഴും ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആവുന്നത്. അപ്പോൾ ഈ ഹോട്ട് എയർ ബലൂണിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രപ്പോസൽ സീൻ നടന്നു. അപ്പം വിൽ യു മാരി മീ എന്നൊക്കെ പറഞ്ഞു ബോർഡൊക്കെ താഴെ പിടിച്ച് ഈ പുള്ളിക്കാരൻ എന്താ പറയുക പ്രപ്പോസൊക്കെ ചെയ്ത് അവർ യെസ് പറഞ്ഞു. അങ്ങനെ അടിപൊളിയായിരുന്നു ആക്ച്വലി നമ്മുടെ ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് അവർ ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഷാമ്പെയിൻ ബോട്ടിൽസൊക്കെ പൊട്ടിച്ചു. ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവർ അറേഞ്ച് ചെയ്തതും ഓർഗനൈസ് ചെയ്തതും നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഷാമ്പെയിൻസൊക്കെ തന്നു. നമ്മളതൊക്കെ കഴിച്ചു. വാവ്, അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഗുഡ്, സോ ഗുഡ്, യമ്മി ആയിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമ്പം ഏതെങ്കിലും ഒരു ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹോട്ടൽ റൂമിലേക്കാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റൈനയും കൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി. അവിടെ ഒരു പോണി ഉണ്ടായിരുന്നു. പോണീൻ്റെ മേത്ത് കയറ്റി റൈനുവിനെ ഒന്ന് ജസ്റ്റ് നടത്തിച്ചു. പിന്നെ സ്നോ ആണ്, എവിടെ നോക്കിയാലും സ്നോ ആണ്. അപ്പം അവനും ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ച് അവനൊന്ന് കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ അതിലൊക്കെ കയറ്റി. പിന്നെ നമ്മളത് കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഒരു അപ്പൂപ്പനെ കണ്ടത്. പുള്ളിക്കാരന് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ വിൽക്കുവാണ്. അവിടുത്തെ സ്ട്രോബെറീസും ഫ്രൂട്ട്സും ഒക്കെ എന്ത് ഫ്രഷാണെന്നറിയോ. നമ്മൾ എമൗണ്ടൊക്കെ ചോദിച്ചു. പുള്ളി വേഗം തന്നെ നമുക്കതൊക്കെ കവറിലാക്കി തന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് ഫ്രഷ് ഫ്രൂട്ട്സ് അല്ലേ, അപ്പം ഓൺ ദ വേ നമുക്ക് ഇനിയും പ്ലേസസ് കാണാൻ പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ പോയത് ജെറോം വാലി എന്നാണ് ഈ പ്ലേസിൻ്റെ പേര്. അതിൽ ട്രീയിൽ നിറയെ നമുക്ക് ഈ ഒരു ഈവിളായി ട്രീ എന്നാണ് ഈ ട്രീനെ പറയുന്നത്. ഇതിൽ മുഴുവൻ ഈവിളായിൻ്റെ ആ ഒരു കീ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ട്രീയിൽ മുഴുവൻ അതാണ്. അപ്പം ഒരു പുള്ളിക്കാരൻ റൈനെ കണ്ടിട്ട് റൈൻ്റെ കയ്യിൽ ഈ ഒരു ലോക്കറ്റ് പോലുള്ള സംഭവം കൊടുത്തിട്ട് പറഞ്ഞു വിഷ് ചെയ്തിട്ട് കെട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി എക്സ്ട്രാ 2 കൂടി വാങ്ങിച്ചു. അപ്പം നമ്മളിങ്ങനെ ട്രീൻ്റെ മേലെ നമ്മുടെ ഒരു നടക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം മനസ്സിൽ ആലോചിച്ച് നമ്മൾ രണ്ടുപേരും അത് ട്രീൻ്റെ മേലെ കെട്ടി. അപ്പം അത് കഴിഞ്ഞ് അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭംഗിയുള്ള കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ ബേർഡ്സിന് കുറച്ച് ഫീഡ് ചെയ്തു. അവിടെ എത്രയോ പ്രാവുകളുള്ളതെന്ന് അറിയുമോ. എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഭയങ്കര പീസ്ഫുൾ പ്ലേസാണ്. റഷില്ല, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ പ്ലേസസൊക്കെ കണ്ടു. പിന്നെ നേരെ റൂമിലേക്ക് വെഹിക്കിളെടുത്തു. ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിലേക്ക് നമ്മൾ വെഹിക്കിളെടുത്ത് വന്നു. പിന്നെ ഈ വ്ളോഗിൽ കപ്പഡോഷ്യ വിശേഷങ്ങൾ മുഴുവൻ തീരുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഇനിയും ഒരു 2 വ്ളോഗ് കൂടി വേണം എനിക്കിത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വരാം. താങ്ക്